പാലാ കാത്തിരുന്ന വലിയ മാറ്റങ്ങളുമായി ഫാന്റസി സിൽക്സ് ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിവിശാലമായ ഒരു ഷോറൂം എക്സ്പീരിയൻസ് ചെയ്യാനായി നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വന്നതിനേക്കാളും ഒരുപാട് പേര് ബാൽക്കണിയിൽ സീറ്റ് പിടിച്ചിരിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. പടം ഹൗസ്ഫുൾ ആണ്, ബോക്സ് ഓഫീസ് ഹിറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി ഹണി റോസിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ശരിക്കും ഇവര് കാത്തിരിക്കുന്നത് ഹണി റോസിനെയാണ്. പർച്ചേസ് വൗച്ചർ ആണെങ്കിലും ശരിക്കും നമുക്കൊരു ഭാഗ്യം തന്നെയാണല്ലേ. 10 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. 10 പേർക്ക് 10 പേർക്കും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കളറാക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കൈനിറിയ സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് തന്നെ ഫാന്റസി സിൽസിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ലക്കി ഡ്രോ വിനേഴ്സിനെ കാത്തിരിക്കുന്നത് 7 സ്വർണ്ണ നാണയങ്ങളും 10 ഭാഗ്യശാലികൾക്ക് ഫ്രീ പർച്ചേസ് ഉറപ്പുവരുത്തുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. നിങ്ങളുടെ കയ്യിലൊക്കെ കൂപ്പൺ കിട്ടിയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. കൂപ്പൺ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ആ ബോക്സിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. നമ്മൾ 2-3 മിനിറ്റിനകം തന്നെ അത് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൂപ്പണുകൾ നമുക്ക് സ്വീകരിക്കാനായി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷ കഴിഞ്ഞാലും സമയം കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി ആൻസർ ഷീറ്റ് കയ്യിലെടുത്ത് വെക്കുന്ന കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. ലാസ്റ്റ് മൊമെന്റ് വരെ അവരത് എടുത്തു വെക്കും. പക്ഷേ നോക്കിയേ, നമ്മുടെ സാന്റക്ലോസ് ഒരു കെട്ട് കൂപ്പണുകളാണ് കൊടുക്കുന്നത്. അതെ, അപ്പൊ എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ടോളൂ. നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർണ്ണ നാണയങ്ങളും അതുപോലെ തന്നെ 10 പർച്ചേസ് വൗച്ചേഴ്സുമാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല അടിപൊളി ഡിസൈനർ വെയർ ഡ്രസ്സും അതുപോലെ തന്നെ ഒരുപാട് കളക്ഷനും ഒക്കെ ആയിട്ടാണ് ഫാന്റസി സെൽസ് ഇന്ന് ഇവിടെ ഈ ഒരു വലിയ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത്. ഇനി അങ്ങോട്ട് പ്രിയപ്പെട്ട പാലാക്കാർക്ക് വസ്ത്രം എന്നൊരു സങ്കല്പത്തിന് അല്ലെങ്കിൽ നമ്മുടെ വെഡിങ് ഡ്രസ് ആകട്ടെ അല്ലെങ്കിൽ ഡെയിലി വെയർ കാഷ്വൽ വെയർ ഒക്കെ ആകട്ടെ, ഇതിനൊന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കായിട്ട് എല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അത് ലേഡീസും ജെന്റ്സും കിഡ്സും ഒക്കെ ഒരൊറ്റ ഷോറൂമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അവിടെ മുകളിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് നിങ്ങളുടെ കൂപ്പൺസ് ഫില്ല് ചെയ്തിട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും മുകളിലൊക്കെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരൊക്കെ വിട്ട് കഴിഞ്ഞ് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇനി ആരുടെയെങ്കിലും കയ്യില് കൂപ്പൺ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി നമ്മുടെ ബോക്സിനുള്ളിലേക്ക് ഇടേണ്ടതാണ്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട താരം ഹണി റോസ് ഈ ഒരു വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഇനി ഹണി റോസിനെ വേദിയിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ കയ്യിൽ കൂപ്പൺ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കൂപ്പണുകളെല്ലാം നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ വിലാസം ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് ലക്കി ബോക്സിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കാത്തിരിക്കുക. ഹണി റോസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹണി നമ്മളോട് സംസാരിക്കും. ഫാന്റസി സിൽസിന്റെ ആഘോഷ മുഹൂർത്തത്തിൽ എത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹണി ആശംസകൾ നേരും. അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി സ്വർണ്ണ നാണയങ്ങൾക്കൊപ്പം 10 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗിഫ്റ്റ് വൗച്ചർ കൂടി നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അപ്പൊ ആ സമ്മാനങ്ങൾ ലഭിക്കാനുള്ള 17 ഭാഗ്യശാലികൾ നിങ്ങളിൽ ആഘോഷത്തിലേക്ക് അഭിമാനകരമായ ഈ ഉദ്ഘാടന വേളയിലേക്ക് നമ്മുടെ സ്വന്തം ഹണി റോസിനെ നമുക്ക് ക്ഷണിക്കാം. സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകിക്കൊണ്ട് അവരെപ്പോഴും ഓടിയെത്താറുള്ള ഫാന്റസി പാർക്കിന്റെ ഈ സന്തോഷവേളയിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫാന്റസിന്റെ ഇനോഗ്രേഷനിലേക്ക് ഹണി റോസിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പാട്ടോട് കൂടി തന്നെ ആഘോഷമായിട്ട് നമുക്ക് ഹണിയെ ഇന്ന് ഫാന്റസി സിൽസിന്റെ ഇനോഗ്രേഷനിലേക്ക് ക്ഷണിക്കാനുള്ള സമയമാണ്. നമ്മുടെ സിംഗേഴ്സ് എല്ലാവരും റെഡിയായി കഴിഞ്ഞു. പാലക്കാരെല്ലാവരും റെഡിയാണ്. അല്ലേടാ ഒരു തകർപ്പൻ പാട്ട് നമുക്ക് ഹണിക്ക് ഒരു മാസ് ഇൻട്രോ റെഡി. നിറഞ്ഞ കൈയടി മാത്രമല്ല, നല്ലൊരു അടിപൊളി പാട്ട് കൂടിയാണ്. സൗന്ദര്യത്തിന് മറ്റൊരു വാക്കായി മാറുന്നുണ്ട്.
നൽകുന്നത് 18 വർഷത്തിലധികമായിട്ട് വസ്ത്രവ്യാപാര രംഗത്ത് നമുക്ക് മാതൃകയായ ഒരു വലിയ കുടുംബമാണ് ദിനിസാറിന്റെ ഫാമിലി. ഇവിടെ രക്ഷിതാക്കളുടെ മക്കളുണ്ട്, അമ്മച്ചിയുണ്ട്, എല്ലാവരും ചേർന്നാണ് ഈ സന്തോഷത്തിലേക്ക് അനയെ ക്ഷണിച്ചിരിക്കുന്നത്, സ്വാഗതം ചെയ്യുന്നത്. സോ ഗോർജിയസ്, ഞങ്ങളുടെ സ്വന്തം അഴകിയ റാണിയായ നമ്മുടെ സ്വന്തം ഹണിറോസ്. ഒരു കാര്യം കൂടെ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ റാണി ഹണിറോസ് എന്നാണ് ഓരോ ഫ്ലെക്സിലും ഉള്ളത്. ശരിക്കും അവിടെ കഴിഞ്ഞ പോയ ഒരു കളറില് ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ പാട്ട് കൂടെ ആയപ്പോ ഒന്നും കൂടി കളർ കൂടി. once again welcome to Fantasy Silks. ശരിക്കും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും കളി സംസാരിക്കുന്നതിന് വെയിറ്റ് ചെയ്തിട്ടാണ്. സോ ടു യു. ഹായ് പാല, സുഖാണോ? ഇത് പറഞ്ഞ പോലെ എന്റെ നാട് തന്നെയാണ്. ഞാൻ തൊടുപുഴക്കാരിയാണ്. എനിക്ക് തോന്നുന്നു എന്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പാല, പൂവരങ്ങി ആ ഭാഗത്തുനിന്നാണ്. അപ്പൊ ഇവിടെ എല്ലാ റിലേറ്റീവ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിലൊക്കെ ഇവരൊക്കെ വന്ന് പോകുന്ന ആളാണ്. പിന്നെ ചേർപ്പൊക്കെ പള്ളിയിലും എല്ലാ ആദ്യമാഴ്ച മാക്സിമം ഞാൻ തരാറുണ്ട് മുടങ്ങാതെ. അപ്പൊ പാലയായിട്ട് എനിക്ക് എപ്പോഴും അത്രയും അടുപ്പമുള്ള എൻ്റെ ഒരു നാട്ടിൽ വരുന്ന അത്രയും സ്നേഹവും അടുപ്പവും ഉള്ള ഒരു നാട് തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. ഫാന്റസി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂം കാണുമ്പോൾ തന്നെ അറിയാം അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള എത്ര സ്റ്റോറിയാണ് 15,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ കാണുന്നത്. എല്ലാതരം വസ്ത്രങ്ങളും അവൈലബിൾ ആണ്. ക്യാഷ്വൽസ്, പാർട്ടി വെയർസ്, വെഡിങ്, അങ്ങനെ എന്ത് വേണമോ ധൈര്യമായിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാം. എനിക്ക് തോന്നുന്നു ഓരോന്നിനും സെപ്പറേറ്റ് സെക്ഷൻസ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ്, ന്യൂ ഇയർ സീസൺ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു സെക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഓപ്പണിംഗ് ആയതുകൊണ്ട് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സുമാണ് അല്ലേ? ഈ കുറേ ദിവസങ്ങളിലേക്ക് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇത് ചേട്ടൻ ഫാമിലിയുടെ എൻ്റെ അമ്മയാണോ? ചേട്ടൻ്റെ അമ്മയാണ്, വൈഫാണ്, കുട്ടികളാണ്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. മോന് ഭയങ്കര ഫാൻസാണെന്ന് തോന്നുന്നല്ലോ. ഫ്രണ്ട്സാണോ? അമരാണ്. അമര് ഭയങ്കര ഫാൻസാണ്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഫാന്റസി പാർക്ക് ഒരു 10-20 വർഷത്തിന് മേളിലായിട്ട് പാലായില് വളരെ ഇനി ആരായിരിക്കും നമ്മുടെ അടുത്ത ലക്കി ഡ്രോ വിന്നർ എന്ന് നോക്കാം. സോ സെക്കൻഡ് ലക്കി ഡ്രോ വിന്നർ ബിജു സക്കറിയ. ബിജു സെക്രട്ടറിയ അവിടെ നിന്നാണ് കൈ പൊക്കിയിട്ടുണ്ട് കേട്ടോ. ബിജു കിട്ടോളൂ. യെസ്, ബിജു സെക്രട്ടറിയ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാം. മൊബൈൽ നമ്പർ, അദ്ദേഹം മൊബൈൽ നമ്പർ ഇനിയിപ്പോ ഒരു തവണ എഴുതിയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 2 തവണ മൊബൈൽ നമ്പർ എഴുതിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഭാഗ്യദേവത കടാക്ഷിച്ചു എന്ന് വേണം പറയാനായിട്ട്. ബിജുവിന് നല്ലൊരു കൈ കൊടുക്കാം. മൊബൈൽ നമ്പർ ലാസ്റ്റ് 3 ഡിജിറ്റ് 767. ബിജുവിനെ ഓടിച്ചാടി സ്റ്റേജിലേക്ക് വരികയാണ്. ബിജുവിന്റെ ബാക്കി മൊബൈൽ നമ്പർ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഭിൻ 93876107. കലക്കി ഒരു സ്വർണ്ണ നാണയം അണിറോസിന്റെ കയ്യിൽ നിന്നും ലഭിക്കാനുള്ള ഒരു സുവർണ അവസരം വിജയനെ കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ വിജയിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ സ്വർണ്ണ നാണയമാണ് സമാനമായിട്ട് ലഭിച്ചിരിക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇനി നമുക്ക് 5 എണ്ണം കൂടെയുണ്ട്. 5 സ്വർണ്ണ നാണയങ്ങൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് സമാനമായിട്ട് ലഭിക്കുന്ന 5 ഭാഗ്യശാലികൾ ആരൊക്കെയാണ് നമുക്ക് അറിയാം. റെഡി, നമ്മൾ അടുത്ത ലക്കി ഡ്രോ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവാണ്. നമ്മുടെ 3ാമത്തെ വിന്നറാണ്. ഈ പേര് അനൗൺസ് ചെയ്യാം. മിനി റോഷൻ. കണ്ടോ? മിനി ചേച്ചിയുടെ മൊബൈൽ നമ്പർ 955 എന്ത് ചെയ്യുന്നത് ആണോ? 955. കുഞ്ഞു മാമയായിട്ടാണ് ചേച്ചി വന്നിട്ടുള്ളത്. രാവിലെ മുതലേ ഞാൻ കണ്ടതാണ്. അവിടെ ഇരുന്ന് കൂപ്പണൊക്കെ എഴുതി വളരെ പ്രാർത്ഥിച്ചിട്ടാണ് പുള്ളിക്കാരി കൂപ്പണത്തിനകത്തേക്കിട്ടത്. പക്ഷെ അത് ദൈവം കണ്ട് അനുഗ്രഹിച്ച് നൽകിയെന്നുള്ളതാണ്. ഹണിയുടെ കൈകൾ കൊണ്ട് തന്നെ ഫാന്റസി സിൽക്സിന്റെ ഇനോഗ്രേഷനോടനുബന്ധിച്ച് അടുത്ത സ്വർണ്ണ നാണയത്തിന്റെ ഭാഗ്യശാലിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. മിനി റോഷൻ, കൺഗ്രാറ്റുലേഷൻസ്. 955 ആണ് ലാസ്റ്റ് 3 ഡിജിറ്റ്സ്. മിനി ചേച്ചി 955 ലാസ്റ്റ് 3 ഡിജിറ്റ്സ്. മിനി ചേച്ചിക്ക് ഒന്നും അറിഞ്ഞിട്ട് പോയില്ല. നമുക്ക് മൊബൈൽ നമ്പർ ചോദിച്ചാൽ ചേച്ചി പതിയെ വന്നാൽ മതി കേട്ടോ. പതിയെ വന്നാൽ മതി. എന്താണ് ബേബിയുടെ പേരെന്താ? അമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. മോന്റെ പേര് അപ്പൂട്ടാ. എന്തായാലും അപ്പൂട്ടിന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള സമയം എടുക്കും. ചേച്ചി മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? ഒന്ന് കാണിച്ചു നോക്കാം.
കൺഗ്രാറ്റുലേഷൻസ് നമ്മുടെ അടുത്ത ലക്കി ഡ്രോ വിന്നർ. ഹണി, ഇത് മിനി ചേച്ചി എന്ന് പറയുന്നത് അമ്മയാണ് അല്ലേ? ചേച്ചിയുടെ പേരെന്താ? രേഷ്മ. അപ്പൊ മിനി ചേച്ചിയുടെ മകളാണ്. അപ്പോ അമ്മയുടെ പേര് എഴുതി ഭാഗ്യം നേടിയെടുത്ത ഒരാളാണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഭാഗ്യശാലിക്കുള്ള സമ്മാനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് 4 പേരെ കൂടെ കണ്ടെത്താനുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും നമ്മുടെ പർച്ചേസ് വൗച്ചർ എപ്പോഴാണെന്നുള്ളത്. നമ്മൾ 7 പേർക്ക് ഇതിന്റെ സ്വന്തം നാണയം നൽകി കഴിഞ്ഞാൽ സ്റ്റേജിൽ ഈ ഒരു ചടങ്ങ് നമ്മൾ അടുത്ത 10 പേർക്കുള്ള പർച്ചേസ് വൗച്ചേഴ്സ് നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും. ബാക്കി ഉദ്ഘാടനത്തിന്റെ ചടങ്ങുകൾ ഒരു സൈഡിൽ നടക്കുന്നുണ്ടാകും. അധിക നേരം നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ടാവില്ല. അപ്പൊ 4ാമത്തെ ഭാഗ്യശാലി തിരഞ്ഞെടുക്കാം. നമ്മുടെ 4th വിന്നർ ആരാണ് എന്നറിയാനുള്ള സമയമാണ്. അപ്പൊ ഹണി തന്നെ പേര് അനൗൺസ് ചെയ്താൽ അത് അവർക്കൊരു സന്തോഷമായിരിക്കും. ജോസ് കുട്ടി KJ. കാറിന്റെ ബാക്കിൽ ഒരു കൈ അടിപൊളിയായിട്ടുള്ള ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. കൊല്ലപ്പള്ളി ഹൗസ് ആണ്. കൊടനാൾ PO 9215 215 ആണ് ലാസ്റ്റ് പ്രീതി. 7 സ്വർണ്ണ നാണയം വിജയികളിൽ 4ാമത്തെ ഭാഗ്യശാലിയായി മാറാനുള്ള സുവർണ അവസരം ജോസ് കുട്ടി ചേട്ടനാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാർക്കാണ് സമ്മാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? 99 46 25 92 15. ചേട്ടൻ കഴിഞ്ഞ 1 മണിക്കൂറായി. ഇനി എന്ത് ചോദിച്ചാലും എന്റെ മൊബൈൽ നമ്പർ മാത്രം എങ്ങനെ പറയൂ എന്ന് ദൃഢപ്രതിജ്ഞയെടുത്ത് വന്നിരിക്കുകയാണ്. ഒരു നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരു നല്ല കൈ കൊടുക്കാൻ നമ്മുടെ സ്വന്തം ജോസ് കുട്ടി ചേട്ടന് ഒരു തകർപ്പൻ കൈകളോട് കൂടുതൽ അനുവദിച്ചുള്ള സ്വർണ്ണ നാണയം നൽകുന്നതാണ്. അതിന് നമുക്കിനി 3 സ്വർണ്ണ നാണയങ്ങൾ കൂടി നൽകാനുണ്ട്. 3 ഭാഗ്യശാലികളെ കൂടെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കാനുണ്ട്. അപ്പോ ഭാഗ്യശാലികളാണ് നമ്മളിവിടെ തെരഞ്ഞെടുക്കുന്നത്. രാജേഷ് KS. പുറകിൽ നിന്ന് വരുന്നുണ്ട്. പാലക്കാരൻ തന്നെയാണ്. 249 ആണ് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറിന്റെ 3 ഡിജിറ്റ്സ്. വളരെ വേഗത്തിലുള്ള ഒരു ലക്കി ഡ്രോ ചടങ്ങുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടപടയാണ് നമ്മുടെ വിന്യാസിനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആകർഷകരുടെ സ്റ്റേജിലേക്ക് വരാനുള്ള വഴി ക്ലിയർ ചെയ്ത് കൊടുക്കുക. 249 ആണ് അദ്ദേഹത്തിന്റെ അവസാന മൊബൈൽ നമ്പറിന്റെ 3 ഡിജിറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കി 7 നമ്പേഴ്സ് നമുക്ക് രാജേഷ് തന്നെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശുഭം. ഇതിലൊരു നല്ല ക്ലൈമാക്സ് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നമുക്ക് ഈ ഒരു ലക്കി ഡ്രോയിലെ വിജയികൾക്കുള്ള സ്വർണ്ണ നാണയം നൽകാം. രാജേഷിന്റെ ബാക്കി മൊബൈൽ നമ്പർ ഒന്ന് പറയാമോ? ഹണിയുടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ വിജയികൾക്കായുള്ള യാത്രയുടെ ഭാഗമായതാണ്. വളരെ സന്തോഷം. നമുക്ക് അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാം വളരെ ശരിയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് ഈ സമ്മാനം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് നൽകാം. 7ാമത്തെ ലക്കി ഡ്രോ ഭാഗ്യശാലിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ 10 ഭാഗ്യശാലികൾ കൂടിയുണ്ട്. നമുക്ക് 10 പേർക്ക് ഫ്രീ വൗച്ചേഴ്സ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ ആരും അത് നിരാശപ്പെടേണ്ടതില്ല. 7ാമത്തെ ലക്കി ഡ്രോ വിന്നറിനെങ്കിലും സ്വർണ്ണ നാണയം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിലും പാലക്കാരെല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ 7 വിന്നേഴ്സിന് വേണ്ടി കൺഗ്രാറ്റുലേഷൻസ് എല്ലാ വിന്നേഴ്സിനും. നമ്മൾ വളരെ പെട്ടെന്ന് നാളെ കുറിച്ചുകൊണ്ട് ഇനോഗ്രേഷന് ശേഷം വേഗത്തിൽ തന്നെ നമുക്കിവിടെ ബാക്കിയുള്ള 10 വിന്നേഴ്സിനുള്ള വൗച്ചേഴ്സിന്റെ ലക്കി ഡ്രോയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. ജിമ്മി സാറും അതുപോലെ രഞ്ജിനി മാമും അമ്മച്ചിയും മക്കളും എല്ലാവരും ഒരുപാട് കാലത്തെ പ്രാർത്ഥനയും സ്വപ്നവുമാണ് ഇത്രയും വലിയൊരു വിജയ സംരംഭം. അത് പാലായുടെ മണ്ണിൽ അഭിമാനത്തോടു കൂടി തന്നെ 20ഓളം വർഷത്തെ പാരമ്പര്യവുമായി പാലക്കാർക്ക് വേണ്ടി ഈ ആഘോഷങ്ങൾ ഏതാണെങ്കിലും പുതുമയേറിയ വസ്ത്രങ്ങൾ നൽകാനായി അവരുടെ ഒരു കുടുംബം എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞിരിക്കുക. അതിന്റെ തെളിവാണ് ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും വലിയൊരു ജനക്കൂട്ടം നമുക്ക് പാലായിൽ കാണാൻ പറ്റിയത് അതിരാവിലെ തന്നെ. ഹണിയുടെ ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അറിയാം. നേരെ നമുക്ക് ഇനോഗ്രേഷനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിലേക്ക് നീങ്ങാം. സോ ഓച്ചി ഹണി, നിങ്ങളെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. സാറിനും കൂടി എല്ലാവരുടെ ആശംസകളും നേരുന്നു. പിന്നെ ഒരു ചെറിയ ചിത്രം വരുന്നുണ്ട്. ജാനുവരി ഫെബ്രുവരി ആ ഒരു മാസത്തിലേക്കായിരിക്കും. റേച്ചൽ എന്നാണ് പടത്തിന്റെ പേര്. നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട്. മോഡി വരുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും കാണണം. താങ്ക് യു സോ മച്ച്. ഒത്തിരി നന്ദി. താങ്ക് യു. ലവ് യു. ചടങ്ങ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാക്കി 10 ഭാഗ്യശാലികൾക്കുള്ള പർച്ചേസ് വൗച്ചറിന്റെ നറുക്കെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. സോ ആരും തിരിച്ചു പോകരുത്. നമ്മുടെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല. 10 ഭാഗ്യശാലികൾക്കുള്ള പർച്ചേസ് വൗച്ചറിന്റെ നറുക്കെടുപ്പ് വേദിയിൽ ലൈവായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സോ എല്ലാവരും നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടെ പരീക്ഷിക്കാനായിട്ട് റെഡിയായിരുന്നു. അതെ, ലക്കി ഡ്രോയില് 10 ഭാഗ്യശാലികൾക്കായിട്ടുള്ള വൗച്ചേഴ്സ് നമ്മളിവിടെ നൽകുന്നത്.
ഫ്രീ വൗച്ചേഴ്സ് ആണ്, അവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വൗച്ചേഴ്സ് ആണ് അവരുടെ കയ്യിലേക്ക് നൽകാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ആഘോഷങ്ങൾക്ക് നമ്മളിവിടെ തുടക്കമിടുകയാണ്. ഫാന്റസി സിൽക്സിന്റെ ഇനോഗ്രേഷൻ കർമ്മം നിർവഹിക്കുന്നതിനായി വിശിഷ്ടാതിഥികൾക്കൊപ്പം തന്നെ മലയാളത്തിന്റെ താരവാണി റേച്ചലായി നമുക്ക് ബിഗ് സ്ക്രീനിൽ ഹണിയെ വളരെ പെട്ടെന്ന് തന്നെ കാണാം. പുതുമയേറിയ ഒരുപാട് കഥാപാത്രങ്ങൾ തെന്നിന്ത്യൻ സിനിമയ്ക്ക് നൽകിക്കൊണ്ട് നമുക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ഹണി റോസ് ഇന്ന് പാലായിലെത്തി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഫാന്റസി സിൽക്സിന്റെ ഇനോഗ്രേഷനിലേക്ക് നീങ്ങുകയാണ്. നാളെ കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ള സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ചേർന്ന് ഇന്ന് ഈ ചടങ്ങിന് എല്ലാ ഐശ്വര്യവും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഫാന്റസി സിൽക്സ് പാലയുടെ മണ്ണിനായി സമർപ്പിക്കപ്പെടുകയാണ്. 20 വർഷത്തിലധികമായുള്ള വസ്ത്രവ്യാപാര രംഗത്തെ മറ്റാർക്കും പകരം വെക്കാനില്ലാത്ത മികച്ച മൂല്യവുമായുള്ള വസ്ത്രവർണ്ണ ലോകത്തെ യാത്രയ്ക്ക് 2024 പുതിയൊരു ഇടമായി ഫാന്റസി സിൽക്സ് മാറുകയാണ്. നവീകരിച്ച പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഡിസൈനർ കളക്ഷൻസും പാറ്റേൺസും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫാന്റസി സിൽക്സിന്റെ ഉദ്ഘാടന വേളയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. പാലക്കാരെല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കയ്യടി തന്നെ ഒരു ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോകുന്നു. അത് പാലയുടെ മണ്ണിൽ ഏറ്റവും വലിയ വിജയ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ വിശ്വാസങ്ങൾ കൊണ്ടാകട്ടെ, ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ടാകട്ടെ, പൊതുജനങ്ങളുടെ ഐക്യം കൊണ്ടും അവരുടെ എല്ലാവരുടെയും സന്തോഷം കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വലിയ സാംസ്കാരിക തനിമയുള്ള പൈതൃകമുള്ള പാലയുടെ മണ്ണിൽ ഫാന്റസി സിൽക്സിന്റെ പുതിയ ഷോറൂം ഇന്ന് തുടക്കമിട്ടിരിക്കുകയാണ്. ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കിവിടെ ചെയ്യുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് ലക്കി ഡ്രോയുടെ കണ്ടിന്യൂ ചെയ്യാം. ഷോറൂമിനകത്ത് ആദ്യ വിൽപ്പന ഉൾപ്പെടെയുള്ള ഭദ്രതയുടെ റീച്ചിനോടുള്ള മറ്റു ചടങ്ങുകളൊക്കെ നമുക്ക് നിർവഹിക്കാനുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് എല്ലാ പ്രിയപ്പെട്ടവരോടും നമ്മൾ ഷോപ്പിനെ പറ്റി ചെറിയ റിമൈൻഡ് ചെയ്യാണ്. ഒരു അടിപൊളി പാട്ട്. ഷോറൂമിനകത്ത് ഇപ്പൊ നടക്കുന്ന ചടങ്ങുകൾ എന്ന് പറയുന്നത് വിളക്ക് തെളിയിക്കുന്ന ചടങ്ങും ആദ്യ വിൽപ്പനയുമാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഷോറൂമിനകത്തേക്ക് പ്രവേശിക്കാനും പർച്ചേസ് ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ്. അത്തരം ചടങ്ങുകളിലേക്ക് നീങ്ങുന്നതിന് മുൻപായി നമുക്ക് 10 ഭാഗ്യശാലികൾക്ക് കൂടി തന്നെ ലക്കി
ഒന്നിച്ചെത്തിച്ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് Yeah.